അസാധാരണ നീക്കവുമായി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി രാത്രി 12 മണിക്ക് ഫേസ്ബുക്കിൽ ലൈവ് അല്ലെങ്കിൽ വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്തു. രാത്രി 12 മണിക്ക് അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ താൻ ശക്തമായി ഇടപെടുമെന്നും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാകുമെന്നും ഇതൊരു ചെറിയ വിഷയമല്ലെന്ന് താൻ തിരിച്ചറിയുന്നു എന്നും പറഞ്ഞു. ഇത് തന്നെ യഥാർത്ഥത്തിൽ CJPയുടെ സോനം വാങ്ചുക്കിന്റെ വിജയമാണ്. അതിനുശേഷം സോനം വാങ്ചുക്കിനെയും സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലിയെയും ടാഗ് ചെയ്തുകൊണ്ട് മോദിജി ട്വീറ്റ് ചെയ്തു. പ്രതിഷേധം കത്തിപ്പടരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. മന്ത്രിമാർ അദ്ദേഹത്തെ പുറകെ പോയി കണ്ട് അദ്ദേഹത്തിനെ എങ്ങനെങ്കിലും നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ കുട്ടികൾക്കെതിരെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസുകൾ ഉണ്ടാവില്ല എന്ന ഉറപ്പിൽ അദ്ദേഹം അത് ചെയ്തു എന്ന് പറയപ്പെടുന്നു. പക്ഷെ CJP അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അഭിജിത് ദീപ്കെ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സോനം വാങ്ചുക് രാജ്യത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തി ഈ ഗാന്ധിയൻ സമര രീതിയിലൂടെ എന്ന് പറയുകയും എന്നാൽ അതോടൊപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ശക്തമായി മുമ്പോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണം നമ്മളൊക്കെ ലൈഫിൽ പ്രശ്നവും മറ്റും ഉണ്ടാകുമ്പോൾ ഫേസ്ബുക്കിലും മറ്റും വീഡിയോ ഇടുന്നത് പോലെ സാക്ഷാൽ മോദിജി, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിജി അങ്ങനെ ഇടേണ്ടി വന്നു എന്നുള്ളത് ഈ സമരത്തിന്റെ വലിയൊരു വിജയമാണ്. നമുക്ക് ആ മോദിജിയുടെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. കാര്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം അത് ചെയ്തതിന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാര്യം രാജ്യത്ത് അത്രമാത്രം പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും സ്വന്തം കൈവച്ചെടുത്ത വീഡിയോ ആയിരിക്കും, അങ്ങനെ പ്രൊഫഷണലി ഷോട്ടൊന്നുമല്ല. മോദിജി കഴിഞ്ഞ 10 വർഷങ്ങളിൽ ശ്രദ്ധിച്ചവർക്കറിയാം ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറെ കുറിച്ച് വെച്ച് ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ വെച്ച് മാത്രമേ മോദിജി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. വളരെ പ്രൊഫഷണലും കാര്യങ്ങളുമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലോ മറ്റോ പിടിച്ചൊരു സെൽഫി വീഡിയോ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഫേസ് ആംഗിൾ പോലും ശരിയായി വെച്ചിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വന്തമായിട്ട് എടുത്തതായിരിക്കും. വളരെ സ്റ്റഡി ആയിട്ടിരുന്നൊന്നും പറഞ്ഞതല്ല. ഒരുപക്ഷെ കാഷ്വൽ ലുക്ക് കൊടുക്കാൻ കൂടെ പറഞ്ഞതായിരിക്കും. ഞാൻ അത്രമാത്രം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന് കേൾക്കാൻ. അതായത് മോദിജിയുടെ വാക്കുകളൊന്ന് കേൾക്കാം നമുക്ക്. മിത്രോ സുഹൃത്തുക്കളെ എന്ന് വിളിച്ചാൽ തോന്നുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, पेपर लीक ये कोई मामूली विषय नहीं है. ഇദ്ദേഹത്തിന്റെ ഇതിന് വലിയ പ്രാധാന്യം കിട്ടിയിട്ടില്ല. അതാണ് വലിയൊരു കാര്യം. മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പ്രതിഷേധം അത്രമാത്രം വളർന്നിട്ടുണ്ട്. ഇത് വളരെ വേദനാജനകമാണ്. पेपर लीक घटना से മോദിജിയുടെ കണ്ണുകളിലേക്ക് സൂം ചെയ്ത് നോക്കിയാൽ അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെന്ന് കാണാം. പല സ്റ്റെപ്പുകളും എടുത്തിട്ടുണ്ട്. മോദിജി കൺവിക്ഷൻ ഒന്നും വന്നില്ല. സത്യസന്ധമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. അത് കുറെ ആൾക്കാരെ പിടിച്ചു ജയിലിലിട്ടു എന്നല്ലാതെ അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ കറക്റ്റാണ്. 1 വർഷം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അദ്ദേഹം വിഷയവും വേദനയും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള പോസിറ്റീവാണ്. സ്റ്റെപ്സ് എടുക്കുന്നില്ല, അതാണ് शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया. വീണ്ടും എക്സാം വീണ്ടും തുടങ്ങി എന്നൊക്കെയാണ്. മോദിജി യഥാർത്ഥത്തിൽ തണുപ്പിക്കാൻ ചെയ്തതാണ്. ഒരു തണുപ്പിക്കുക എന്ന രീതി 22 ലക്ഷം വിദ്യാർത്ഥികൾ ചെയ്തതിന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാര്യം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്, അദ്ദേഹം അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. എന്നാൽ വളരെ ശക്തമായി തന്നെ ഇന്നലെ അണ്ണാ ഹസാരെ അടക്കമുള്ളവർ നരേന്ദ്രമോദിജിക്ക് എഴുത്തയക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ താഴെ വീഴുകയാണെങ്കിൽ ഭരണമൊന്നും മാറില്ലല്ലോ തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇതിൽ വളരെ പ്രധാനമാണ്. ആ ഡിമാൻഡിൽ നിന്ന് CJPയും അഭിജിത് ദീപ്കയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇത് മുരളി മനോഹർ ജോഷി BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അതായത് BJPയുടെ സ്ഥാപക നേതാക്കളും പ്രധാനപ്പെട്ട ഐഡിയോലോഗും വിദ്യാഭ്യാസ മന്ത്രിയും RSSന്റെ ആജീവനാന്ത പ്രവർത്തകനും ഒക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ട്വീറ്റാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ട്വീറ്റ്. പ്രത്യേകിച്ച് വലതുപക്ഷത്ത് നിന്ന് വരുന്ന നല്ല സ്വരങ്ങളെ നമ്മൾ കാര്യമായി പ്രൊമോട്ട് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ഇല്ലെങ്കിൽ ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നവന്മാർ ഇതിന്റെ എല്ലാം പിന്നിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അമേരിക്കയാണെന്നൊക്കെ പറയും. പെൺകുട്ടികളെ വരെ മോശമായ മ്ലേച്ഛകരമായ രീതിയിൽ അടിച്ചു എന്ന് ഇദ്ദേഹം എടുത്തു പറയുകയാണ്. ആര് പറയുകയാണ്? മുരളി മനോഹർ ജോഷി പറയുകയാണ്. ഈ പോയിന്റാണ് ഞാൻ പല സ്ഥലങ്ങളിലും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ഞാനിത് പറഞ്ഞു.
ഈ മുരളി മനോഹർ ജോഷിയുടെ, അതായത് BJP-യുടെ സ്ഥാപക നേതാവാണ്. പാകിസ്ഥാനി അല്ല, ബംഗ്ലാദേശി അല്ല, അമേരിക്കൻ ചാരനല്ല, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഇത് ഞാൻ വായിക്കാം. യുവ സ്റ്റുഡൻസിനെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, അതൊക്കെ അക്നോളജ് ചെയ്യുന്നുണ്ട് കേട്ടോ, രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കൾ ഡൽഹിയിലെ തിരുവോരങ്ങളിലാണ്. അവരുടെ ആങ്സൈറ്റിയും കൺസേൺസും ആശങ്കകളും മറ്റും ഈ എക്സാം സിസ്റ്റത്തിനെ കുറിച്ച് ആർ ജെനുവിൻ, അത് വളരെ ജെനുവിൻ ആണ്. അല്ലാതെ ഈ തീവ്ര വലതുപക്ഷക്കാർ പറയുന്നത് പോലെ ബാക്കിയുള്ള ഒരു ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളതല്ല. ഇവർ വളരെ ജെനുവിൻ ആണ്. അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എംപതി കൊണ്ടാണ്. ഡിസയർ ടു ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ, ഒരു ലോങ് ലാസ്റ്റിംഗ് പരിഹാരം ഇതിന് വേണം. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു ലോ ആൻഡ് ഓർഡർ വിഷയമായി ട്രീറ്റ് ചെയ്യരുത്. അതായത് പോലീസിനെ കൊണ്ട് അടിച്ചമർത്തി പോലീസിന്റെ ഗുണ്ടാരാജ് ആവരുത്. അതായത് പോലീസിനെ കൊണ്ട് ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ മാത്രമായി കാണരുത്. യങ് ഗേൾസ്, ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ ബ്രൂട്ടലി മിസ്ഹാൻഡിൽ ചെയ്തു. ഈ ബ്രൂട്ടലി എന്നൊക്കെ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നല്ല കേട്ടോ, പുള്ളി ഉപയോഗിച്ചാൽ ബ്രൂട്ടലി മിസ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്. പെൺകുട്ടികളുടെ പുറകു ഭാഗങ്ങളിൽ ലാത്തി വെച്ചടിച്ചിട്ട് പരസ്പരം നോക്കി ചിരിക്കുകയും ലാത്തി വെച്ച് പുറകു കുത്തി കയറ്റുകയും ചെയ്യുന്നതിന് ഈ രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്വന്മാരെ വെറുതെ വിട്ടത് അത് അടുത്ത സ്റ്റെപ്പാണ്, അതിലേക്ക് അവർ വരുമായിരിക്കും. നമ്മൾ ഈ ഫോഴ്സ്, അതാണ് പ്രശ്നം. പല ആൾക്കാരും 20 ദിവസമായിട്ട് നിരാഹാരം കിടക്കുന്നു. കുറച്ച് ആൾക്കാർ ചെയ്തു, ഞാനും അതിനെക്കുറിച്ച് നല്ല ഡ്യൂട്ടി ചെയ്തു, ആൾക്കാർ വിട്ടു. ഈ ജൂലൈ 20 ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ അവിടെ പട്ടിയെ പോലെ അടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആ പിള്ളേരെ അടിച്ച് പ്രകോപിപ്പിച്ച് പോലീസ് തന്നെ സ്വന്തമായിട്ട് പല പോലീസ് വണ്ടികളുടെ അടക്കം ചില്ല് പൊട്ടിച്ചു. കാര്യം വിദ്യാർത്ഥികളുടെ തലയെ ചാരാൻ വേണ്ടിയിട്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കുറച്ച് വയലൻസ് ഉണ്ടായി, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതും സത്യമാണ്. പക്ഷെ പോലീസാണ് വയലൻസ് ഉണ്ടാകാൻ നോക്കേണ്ടത്. പോലീസ് തന്നെ വയലൻസ് ഉണ്ടാക്കി ലാത്തികളിൽ മറ്റേ ആണി അടക്കമുള്ള കാര്യങ്ങൾ വെച്ചു. 10 വയസ്സുള്ള പയ്യനെ അടിച്ചു. പോകുന്ന വഴിക്കുള്ള പെമ്പിളാരെ എല്ലാം മുഖത്തും ശരീരഭാഗങ്ങളിലും അടിച്ചു, തൊട്ടു. ഇതെല്ലാമാണോ പോലീസ് ചെയ്യേണ്ടത്? വെറും ഗുണ്ടാപ്പടയായിട്ടല്ലേ? ഇന്ത്യയിലെ ലാർജ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയെ ഇതിൽ നിന്ന് അകറ്റി നിർത്തും. ഇത് വികസിത ഭാരതം എന്ന ആശയത്തെ പിന്നോട്ടടിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ സത്യമാണ്. സെൻസിബിൾ ആയൊരു BJP-കാരനാണ് അദ്ദേഹം. എന്താ പറയണേ, ധൈര്യത്തോടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജ്യത്ത് പ്രക്ഷോഭം കനക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഞാൻ പഞ്ചാബിലാണ്. പഞ്ചാബിലും ഇന്നലെ ഗംഭീര പ്രക്ഷോഭങ്ങളുണ്ട്, ഇന്നുണ്ട്. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിച്ചതും മറ്റും എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഇന്ന് ചർച്ചയുണ്ടെന്ന് പറയുന്നു. ആ ചർച്ചയിൽ ഇത് എങ്ങനെ പോകുമെന്ന് അറിയില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവശ്യം ഉന്നയിച്ചാൽ മോദിജി അതിന് വഴങ്ങുമെന്ന് അറിയില്ല. ശരിക്കും മോദിജി എന്താ പറയുക, അത് വഴങ്ങുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ മാറ്റി വേറെ ഏതെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ് വകുപ്പ് കൊടുത്താൽ മതി. ഇതൊരു ഈഗോ ബാറ്റിൽ മോദിജി ആക്കരുത്. മോദിജി ആദരവുള്ള ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, ഇതൊരു ഈഗോ ബാറ്റിൽ ആക്കരുത്. യുവാക്കൾ അവരുടെ ഒരു പോരാട്ടത്തിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ യുവത്വത്തിന്റെ വിജയമായിട്ട് എടുക്കണം. അത് മോദിജിയുടെ പരാജയമല്ല, പക്ഷെ യുവത്വത്തിന്റെ വിജയമായിട്ട് എടുക്കണം.